മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെയധികം മോഷണങ്ങളാണ് നടക്കുന്നത്. അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന ലേഡീസാണ് മലയാളികളുടെ രൂപത്തിൽ അണിഞ്ഞൊരുങ്ങി വന്ന് ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നതിനുള്ള വ്യാജേനയാണ് ഈ ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോകുന്നത്. ഈ തങ്കയങ്കി വന്ന ദിവസം ഭയങ്കര വൻതിരക്കാരൻ ഭക്തജനങ്ങൾ. ആ ദിവസം തന്നെ മലയാലപ്പുഴ ഒരു വിപുലാംഗയുടെ 2 പവൻ്റെ ഒരു മാല നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ മലയാലപ്പുഴയിൽ ക്യാമറ വെക്കുകയും ഏതാണ്ട് 36 ക്യാമറ മൊത്തത്തിൽ വെച്ചിട്ടുണ്ട്. ആ സമയത്തോടാണ് കഴിഞ്ഞ ഒരു 3-4 ആഴ്ചയ്ക്ക് മുമ്പ് മലയാലപ്പുഴ ഒരു 5 പവൻ്റെ മാല നഷ്ടപ്പെട്ടത്. മലയാലപ്പുഴ സ്റ്റേഷനിലെ പോലീസും മറ്റും അന്വേഷണ വിധേയമായി പൊള്ളാച്ചിയിൽ പോയി. പൊള്ളാച്ചിയിൽ നിന്നും അവരെ കസ്റ്റഡിയിലെടുത്തു. ഏതാണ്ട് 3 പേരാണ്. ഒരു പ്രതിയെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, രതി എന്നവരുടെ പേര്. അവരെ അന്വേഷണ വിധേയമായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് മലയാളികളുടെ മാലകളും മറ്റ് സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോയി മലയാലപ്പുഴയിൽ വളരെ ദോഷമായി വന്നിരിക്കുകയാണ്. വളരെ വിദഗ്ധമായിട്ട് ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ തൊഴുന്ന ഭക്തജനങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. മലയാലപ്പുഴയിൽ ഏറ്റവും വൻ ഭക്തജന തിരക്ക് കൂടുന്ന സ്ഥലം കൂടിയാണ്. ചൊവ്വ ഇവരുടെ മോഷണ രീതി എന്ന് പറയുന്നത് 3-4 പേര് സംഘത്തോട് വന്ന് ഈ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് മുന്നിൽ കൂടെ കൈയിട്ട് പോലീസ് ഇത് നമ്മളോട് പറഞ്ഞുള്ള അറിവാണ്. ടാർഗറ്റ് ചെയ്ത് പുറയുന്ന ഏതോ മറ്റ് സാധനങ്ങൾ വെച്ച് ക്ലിക്ക് ചെയ്ത് കട്ട് ചെയ്ത് പോവാണ്. ഈ കട്ട് ചെയ്ത് പോകുന്നത് ഒരു മനുഷ്യൻ പോലും ഏതാണ്ട് 10 മിനിറ്റ് സമയം കൊണ്ട് അവരുടെ കർത്തവ്യം നഷ്ടപ്പെടുത്തി എടുത്തുകൊണ്ടങ്ങ് പോവാം അവർ. പക്ഷേ ഈ മലയാലപ്പുഴ പോലീസും പത്തനംതിട്ട DSP കൂടി ഇപ്പോൾ ഈ അന്വേഷിച്ച് കൊണ്ടുവന്ന് മലയാലപ്പുഴയുടെ ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ്. ഇത് ഇത്രയും ഭംഗിയായിട്ട് ഈ അന്വേഷിച്ച് 3 പ്രതികളെയും പിടിച്ച് അത് മറ്റുള്ളവർക്കൊരു ഭീഷണി ആവും. ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനും വേണ്ടി ഈ ക്ഷേത്രങ്ങൾ വരാതിരിക്കാനും ഇതൊരു മാതൃകയാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് വലിയൊരു അന്വേഷണമാണ്. ഇവിടുന്ന് തന്നെ പൊള്ളാച്ചി പോയപ്പോൾ അവരൊരു വൻ ടീമാണെന്നാണ് പറയുന്നത്. വൻ ടീമെന്ന് പറഞ്ഞാൽ വൻ വാഹനങ്ങളെ, വക്കീലുകളെ, 2-3 നില ബിൽഡിങ്ങുകളൊക്കെയാണ് അവർക്കുള്ളത്. അവരെ ഈ പോലീസുകാർ തന്നെ ഒരു രക്ഷപ്പെട്ടു വരുമായിരുന്നെന്നാണ് പറയുന്നത്. ആ നാട്ടിൽ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട് വന്നു കഴിഞ്ഞപ്പോഴും അവർ ശ്വാസം വിട്ടതെന്നാണ് പറയുന്നത്. അത്രയധികം ബുദ്ധിമുട്ടിയായി പോലീസുകാർ അന്വേഷണം നടത്തിയത്. വളരെയധികം ആർഭാട ജീവിതം നടക്കുന്നത്. ഡെയിലി എനിക്ക് തോന്നുന്നു 10-15 ലക്ഷം രൂപയുടെ 15 പവനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് പറഞ്ഞു. 15 ലക്ഷം രൂപ 5-6 7 ലക്ഷം രൂപ ഡെയിലി വരുമാനം ഇവർക്ക്. ഈ വരുമാനമുള്ള സ്ത്രീകൾ വൻ കാറുകളിലും അഡ്വക്കേറ്റിലും വൻ ലോഡ്ജുകളിലും ഒക്കെ താമസിക്കുന്നത്. ഇവിടെ കാണുമ്പം ദാരിദ്ര്യപ്പെട്ട ആൾക്കാരെ പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നതെങ്കിലും ഇവരൊക്കെ ഒരു വൻ ടീമാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുന്നവർ. പ്രത്യേകിച്ച് മലയാലപ്പുഴ പോലുള്ള ക്ഷേത്രങ്ങളിൽ വൻ സ്ത്രീകളാണ് വന്ന് തൊഴുന്നത്. അവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് അതെ, പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ ഇവർ വൻ ടീമല്ലേ. ഇവർക്ക് സ്വന്തമായിട്ട് അഡ്വക്കേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവർ ആൾക്കാർ വന്നിട്ട് കൃത്യമായിട്ടും ജാമ്യത്തിൽ 1-2 പ്രാവശ്യം റിമാൻഡ് ചെയ്യും, വീണ്ടും ജാമ്യത്തിലിറങ്ങുക, വീണ്ടും വൻ ക്ഷേത്രങ്ങൾ തിരക്കുണ്ടാകുന്ന സ്ഥലങ്ങൾ. ഇത് ക്ഷേത്രങ്ങൾ മാത്രമല്ല, തിരക്കുണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇവർ ടാർഗറ്റ് ചെയ്താണ് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മലയാലപ്പുഴ പോലീസിനെ ഇതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് അവർ അന്വേഷിച്ച് പൊള്ളാച്ചി പോയി അവർ ആ പ്രതികളെ കൊണ്ടുവന്ന് കൃത്യമായി അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഇപ്പം അവരെ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു പ്രധാന പ്രതി 2 പേരെ നേരത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അവർ ഓൾറെഡി റിമാൻഡാണ്. ഈ പ്രതി ഇപ്പോൾ ഓൾറെഡി റിമാൻഡിലായിരുന്നു. അവരെ ഇപ്പം കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയി നിൽക്കുന്നത്. ഇനിയിപ്പം മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിൽ അന്വേഷണത്തിന് അങ്ങോട്ട് കൊണ്ടുപോയത്.